ഈശോ താൻ തിരഞ്ഞെടുത്ത് കൂടെ നിർത്തി ഒരുക്കിയെടുത്ത തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഈശോയാകുന്ന സദ്വാർത്ത ലോകത്തെ അറിയിക്കുവാനായി ആഹ്വാനം ചെയ്ത് അയക്കുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനഭാഗത്താണ് നാം ഇത് കാണുന്നത്. ഈശോ ഇവരെ വെറുതെ അയക്കുകയല്ല, മറിച്ച് ചെയ്ത് പൂർത്തിയാക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഈശോ അവരെ അയക്കുന്നത്. നമുക്കറിയാം, വാഹനം ഓടിക്കാൻ ലൈസൻസ് ആവശ്യമാണ്. എന്നാൽ വെറുതെ കയറി ചെന്നാൽ എവിടെ നിന്നും ആർക്കും ലൈസൻസ് ലഭിക്കുകയില്ല. അതിനാദ്യം വാഹനം ഓടിക്കാൻ പഠിക്കണം. അതുപോലെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ, അവിടുത്തെ അയക്കപ്പെട്ടവരാകാൻ, എല്ലാറ്റിനും ഉപരി ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യർ ആകുവാനുള്ള വളർച്ചയിലാണ് തിരുസഭയിൽ അംഗങ്ങളായ നാം എല്ലാവരും. ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പറഞ്ഞ യെശയ്യാ പ്രവാചകനെ പോലെ ഈശോയാൽ അയക്കപ്പെടുന്ന നാം എല്ലാവരും ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ സാരാംശം ഗ്രഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. ഈശോയാൽ അയക്കപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങളാണ് ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും എന്നുള്ളത്. സ്വർഗരാജ്യം എന്നത് ദൈവം ഭരിക്കുന്ന രാജ്യമാണ്. അവിടെ ദൈവമാണ് രാജാവ്. രാജാവിനെ അനുസരിക്കുവാനും ശ്രവിക്കുവാനും കടമയുള്ളവരാണ് രാജ്യത്തിലുള്ള എല്ലാവരും. ദൈവത്തെ എല്ലായ്പ്പോഴും ശ്രവിച്ച് അവൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളുമായി താരതമ്യം ചെയ്ത് അവസാനം നമ്മുടെ ചിന്തകൾ അവൻ്റെ ചിന്തകളാക്കി മാറ്റണം. ചില നേരങ്ങളിൽ സ്വന്തം ചിന്തകൾ നമ്മെ വഴിതെറ്റിച്ചേക്കാം. ചിന്തകൾ ദൈവത്തിൻ്റെ ആണോ എന്നറിയാനുള്ള ഏക വഴി എന്നുള്ളത് സുവിശേഷത്തിലെ ഈശോയെ അടുത്തറിയുകയാണ്. 2-ാമതായി, രോഗികളെ സുഖപ്പെടുത്തണം. രോഗങ്ങൾ പലവിധമുണ്ട്. ശാരീരികമായ, മാനസികമായ, ആത്മീകമായ, സാമൂഹികമായ രോഗങ്ങൾ. രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത് ഈശോയുടെ കൽപ്പനയാണ്. പലവിധ കാരണങ്ങളാലും അന്തസ്സ് നഷ്ടമായ മനുഷ്യർക്ക് അർഹമായ അടിസ്ഥാന ആവശ്യങ്ങൾ ആകുന്ന സൗഖ്യം നൽകി സമൂഹത്തിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നത് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും കടമയാണ്. തൊട്ടുകൂടായ്മ എന്ന അരാജകത്വം അവസാനിപ്പിച്ച് എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലേണ്ടവരാണ് നമ്മൾ എന്ന ബോധ്യം എല്ലായ്പ്പോഴും നമുക്കുണ്ടാവണം. എപ്പോഴും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും സൗഖ്യദായകമായി മാറണം. മറ്റുള്ളവരുടെ മനസ്സിനും ശരീരത്തിനും മുറിവ് കൊടുക്കുന്നവരാകാതെ സൗഖ്യം കൊടുക്കുന്ന ഔഷധമായി നമ്മുടെ പ്രവൃത്തികളെ രൂപാന്തരപ്പെടുത്തണം. സകല പിശാചുകളുടെയും മേൽ അധികാരം കൊടുത്തിട്ടാണ് ഈശോ ശിഷ്യന്മാരെ അയക്കുന്നത്. പിശാച് എന്ന വാക്കിൻ്റെ അർദ്ധതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ വാക്കിൻ്റെ അർത്ഥം വിഭജനം ഉണ്ടാക്കുന്നവൻ എന്നാണ്. വിഭജനം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിക്കേണ്ടവനാണ് ക്രിസ്തു ശിഷ്യൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞതുപോലെ നമ്മളും സമാധാനത്തിൻ്റെ ഉപകരണങ്ങൾ ആകണം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് ഭൗമികമായ യാതൊന്നിലും അധികമായി ആശ്രയിക്കാതെ സത്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരാകണം നാം എല്ലാവരും. യാത്രയ്ക്ക് വടി ഉപയോഗിക്കുന്നത് പ്രധാനമായി 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സംരക്ഷണത്തിന് വേണ്ടിയും ആശ്രയം അല്ലെങ്കിൽ താങ്ങിന് വേണ്ടിയും. യാത്രയ്ക്ക് വടിയെടുക്കരുത് എന്ന് പറയുന്നതിലൂടെ ഈശോ വ്യക്തമാക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ദൈവം സംരക്ഷിക്കുമെന്നും അവർക്ക് താങ്ങും തണലുമായി കർത്താവ് കൂടെയുണ്ട് എന്നുമാണ്. ആത്യന്തികമായി കർത്താവിൽ ആശ്രയം കണ്ടെത്തുന്നവരാകണം നാം എല്ലാവരും. സങ്കീർത്തകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. ഇതേ കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായി ഈശോ പറയുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടെ വിട്ടു പോകുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. ജീവിതത്തിലും ദൈവവിളിയിലും സ്ഥിരതയുള്ളവരായിരിക്കണം നമ്മൾ. മറ്റുള്ളവരുടെ സഹായങ്ങളും സഹകരണങ്ങളും മടി കൂടാതെ ആവശ്യമുള്ളപ്പോൾ സ്വീകരിക്കുവാനും നമ്മളെ തന്നെ എളിമപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. ശിഷ്യന്മാരുടെ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പ്രവേശിക്കുന്ന വീട്ടിൽ താമസിക്കുവിൻ, അതിനുശേഷം അവിടെ നിന്ന് പുറപ്പെടുവിൻ. ഈ ഭൂമി വെറും ഒരു വാസസ്ഥലം മാത്രമാണെന്നും ഒരു വാടക വീട് ഒഴിയുന്നത് പോലെ നമ്മളും ഒരു ദിവസം ഈ ഭൂമി ഒഴിഞ്ഞ് നമ്മുടെ ശരിക്കുമുള്ള ഭവനമായ സ്വർഗത്തിലേക്ക് കടന്നു പോകും എന്നുമുള്ള സത്യം ഈ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭൂമി വളരെ പവിത്രമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ശിഷ്യന്മാരെ അയക്കുന്ന ഈശോ അവരോട് ചെരിപ്പിടരുത് എന്ന് പോലും പറയുന്നുണ്ട്. താമസിക്കുന്ന ഭൂമി അത്രമേൽ പവിത്രമാണെന്നും ദേവാലയത്തെ കാണുന്ന പോലെ ഭൂമിയെ ബഹുമാനിക്കണം എന്നുമുള്ള ഒരു ഉപദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ശ്ലീഹാകാലത്ത് ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ശിഷ്യരായ നാം എല്ലാവരും
മറ്റൊരു ശ്ലീഹായായി രൂപാന്തരപ്പെടേണ്ടതുണ്ട്. ക്രിസ്തുവിനെ അടുത്തനുഗമിച്ച് അവൻ്റെ പ്രവൃത്തികളെ അനുകരിച്ച് നമുക്കും മറ്റൊരു ക്രിസ്തുവായി മാറാം. നമ്മുടെ വാക്കുകൾ ക്രിസ്തുവിൻ്റെ വാക്കുകളാകട്ടെ, നമ്മുടെ പ്രവൃത്തികൾ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും. സുവിശേഷത്തിലെ ഈശോയെ അടുത്തറിഞ്ഞ് മറ്റൊരു സുവിശേഷമാക്കി നമ്മുടെ ജീവിതത്തെയും മാറ്റാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.